LDF തന്നെ മൂന്നാം വട്ടവും അധികാരത്തിൽ വരട്ടെ എന്നാണ് ജനങ്ങൾ പറയുന്നതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളനം ഇരിങ്ങാലക്കുടയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. BJPയുമായി വലിയ ചങ്ങാത്തത്തിലാണ് UDF എന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. വടകര ബേപ്പൂർ മോഡൽ സഖ്യത്തിന്റെ തഴമ്പാണ് കോൺഗ്രസിന്റെ കൈപ്പത്തിയിൽ. SDPA അടക്കം പൊതുരൂപങ്ങളെ ചേർത്തുകൊണ്ടാണ് ആ പഴയ സഖ്യം വിപുലീകരിച്ചിരിക്കുന്നത്. എല്ലാ അടവും പയറ്റിയാലും കോൺഗ്രസിന്റെ ആ നീക്കത്തെ ജനങ്ങൾ ചെറുത്തു തോൽപ്പിക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ ഭാവി തീരുമാനിക്കുവാൻ കെൽപ്പുള്ള പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ 100-ാം വർഷത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അധ്വാനിക്കുന്ന വർഗത്തിന്റെ ശബ്ദമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വരും കാലം വേറുറ്റ ലക്ഷ്യബോധമുള്ള പോരാട്ടങ്ങളുടെ കാലമാണെന്നറിഞ്ഞുകൊണ്ട് എല്ലാ തുറകളിലും കമ്മ്യൂണിസ്റ്റ് ചെങ്കൊടിയുടെ മഹത്വം വർദ്ധിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധരായി മുന്നേറുന്ന ലക്ഷക്കണക്കായ സമരസഖാക്കളുടെ പടനിരയാണ് CPI. ഇരിങ്ങാലക്കുടയിൽ CPIയുടെ ജില്ലാ സമ്മേളനം തുടരുകയാണ്. KV വസന്തകുമാർ ചെയർമാനും KS ജയ, ET ടൈസൺ മാസ്റ്റർ, NK ഉദയപ്രകാശ്, ബിനോയ് ഷബീർ എന്നിവർ അംഗങ്ങളുമായ പ്രസിഡിയവും പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളടങ്ങിയ സ്റ്റിയറിംഗ് കമ്മിറ്റിയുമാണ് സമ്മേളന നടപടികൾ നിയന്ത്രിക്കുന്നത്. TK സുധീഷ് കൺവീനറായ പ്രമേയ കമ്മിറ്റിയെയും T പ്രദീപ് കുമാർ കൺവീനറായ ക്രെഡൻഷ്യൽ കമ്മിറ്റിയെയും രാകേഷ് കണയാമ്പറമ്പിൽ കൺവീനറായ മിനിറ്റ്സ് കമ്മിറ്റിയെയും സമ്മേളനം തെരഞ്ഞെടുത്തു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട.